ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് യുവർ പേഴ്സണാലിറ്റി, ഇതിപ്പോൾ കോമഡി അല്ലാതെ കുറച്ചും കൂടി വേറൊരു സൈഡ് ഓഫ്, എല്ലാവരുടെയും ഡിഫറെൻറ്റ് സൈഡ്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ പിഷാരടിയിൽ കുറച്ചും കൂടി ആക്ടിങ് സൈഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ? ഞാൻ അത് ഇപ്പോഴാട്ടോ ഞാനും ചിന്തിച്ച് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്നുള്ള 2 ദിവസം കഴിഞ്ഞ് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം നമ്മൾ ആഗ്രഹിച്ചിട്ടാണല്ലോ ഈ വഴി കൂടെ എല്ലാം പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഉണ്ടാവണമായിരിക്കും. എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യണം അല്ലെ ഇങ്ങനെ ചെയ്യണം. അത് നല്ല സിനിമകളുടെ ഭാഗമാകുന്നത് നല്ലത് തന്നെയാണ്. കാരണം സിനിമ ഒരു ആജീവനാന്ത റെക്കോർഡാണ്. ഞാൻ ചെയ്ത 1000-ഓ 2000-ഓ എപ്പിസോഡുകൾ കാറ്റിപ്പോയി. അത് മനസ്സിന് ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ റീസെൻ്റ് എപ്പിസോഡുകളുണ്ട്. അതിന് മുമ്പൊക്കെ ചെയ്ത നല്ല കുറേ സാധനങ്ങൾ എവിടെ പോയി നമുക്കറിയാതെ പോയിട്ടുണ്ട്. സിനിമ എന്നും നിലനിൽക്കും, എപ്പോഴും ഉള്ള ഒന്നാണ്. അതുകൊണ്ട് സിനിമയിലൊരു നല്ല കഥാപാത്രം ചെയ്താൽ ആ കഥാപാത്രം എന്നും ഓർക്കുന്നതായിരിക്കും. അത് നല്ലതാണ്. ഓക്കെ. ഫേസ്ബുക്കിലൊരു ഷൂട്ട് ചെയ്തിരുന്നു, ഒരു ഫ്രണ്ടാണ് ഫോട്ടോസ് എടുത്തതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കണ്ണാടി കാരണം ശരിക്കും അങ്ങോട്ട് എത്ര സൂമിൻ ചെയ്താലും എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഞാൻ 2-3 പ്രാവശ്യം നോക്കി പിഷാരടിയുടെ ഫോട്ടോ ആണോ ഫ്രണ്ടിൻ്റെ ആണോ എന്നുള്ളത് ഒട്ടും മനസ്സിലായില്ല. ഭയങ്കര സീരിയസ് രീതിയിലുള്ള കാറിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പോലത്തെ കുറെ ഫോട്ടോഗ്രാഫ്സ് ആണ്. അങ്ങനെയാണ് ആറ്റിറ്റ്യൂഡാണ്, ശരിയില്ലല്ലോ. റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലക്സിൽ നോക്കിയാൽ അണ്ടർവെയറിന്റെ പരസ്യത്തിൽ അണ്ടർവെയർ ഇട്ടിട്ട് നിൽക്കുന്ന നമ്പരം ഗൗരവത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ശരിയാ വന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ വെറുതെ ഒന്ന് ഗൗരവം പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഒരുപാട് കൊമേഡിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനത്തെ ഒരാളാണ് പിഷാരടി? ഞാൻ അത്ര സീരിയസ് എന്ന് പറയുന്നതിന് നമ്മൾ വേണ്ട സ്ഥലത്ത് സീരിയസ് ആകുക എന്നുള്ളൂ. വെറുതെ മുഖം വീർപ്പിച്ചിരിക്കുന്നതല്ല. എൻ്റെ ഒരു മെയിൻ പ്രശ്നം ഒച്ച ഉണ്ടാക്കലാണ്. അപശബ്ദങ്ങൾ ഉണ്ടാക്കും വെറുതെ ഇരിക്കുമ്പോൾ. ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ കാറിന് പോവുകയാണെങ്കിൽ 4 ചില്ലും പൊക്കിയിട്ടിട്ട് വെറുതെ മഴയൊക്കെ ആണെങ്കിൽ വെറുതെ എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കും. അത് എൻ്റെ സൗകര്യമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സീരിയസ് എന്ന് പറയുന്നത് മുഖം വീർപ്പിച്ചിരിക്കുന്ന പരിപാടിയല്ല. നമുക്കെതിരെ വരുന്ന കാര്യങ്ങളോട് നമ്മളെടുക്കുന്ന നിലപാടിലാണ് നമുക്ക് സീരിയസ്നെസ് ഉണ്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം വരുമ്പോൾ സീരിയസ് ആയിട്ട് അടിക്കുക, അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഫ്യൂച്ചർ പ്രോജക്ട്സിനെ പറ്റി സംസാരിക്കാം. വരാനുള്ളത് ലാലേട്ടൻ്റെ പെരിച്ചാഴി എന്ന് പറയുന്ന പടമാണ്. അതിൽ മുകേഷ് ഏട്ടനോടൊപ്പം ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷമാണ് അഭിനയിച്ചേക്കുന്നത്. ലാലേട്ടനെ അമേരിക്കയിലോട്ട് വിടുന്ന ഒരു കഥാപാത്രമാണ് മുകേഷിൻ്റെ കഥാപാത്രം. വേറെ സിനിമകളൊന്നും വരാൻ കാര്യമായിട്ടില്ല. ഇപ്പോൾ ഹ്യൂമർ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹ്യൂമർ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ ലളിതമായിട്ട് ചിന്തിച്ചാൽ ഹ്യൂമറാണ്. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ല കോട്ടും പാൻറ്റും ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് വന്നിറങ്ങി എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ രാജേഷ് അല്ലെ കോരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. നല്ല ഒരാൾ പാളത്തൊപ്പി വെച്ച് ചക്രം ചോട്ടി പശുവിനെയും വെച്ച് കന്ന് പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പേര് ഒബാമ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വളരെ സീരിയസ് ആയ കാര്യങ്ങൾ റിവേഴ്സിൽ കാണുന്നതാണ് ഒരു ഹ്യൂമർ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിപ്പിക്കാൻ, നിങ്ങൾ നേരത്തെ കരയിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കരയിപ്പിക്കാൻ എളുപ്പമാണ്, മരിക്കുന്നത് കാണിച്ചാൽ മതി, ഒരു അടി കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ചിരിപ്പിക്കാനും ഒരു എളുപ്പമുണ്ട്. മണ്ടത്തരം പറഞ്ഞാൽ മതി, ആൾക്കാർ ചിരിക്കും. പക്ഷെ കുറേ മണ്ടത്തരം പറഞ്ഞു കഴിയുമ്പോൾ നല്ല മണ്ടനാട്ടോ എന്നേ പറയുള്ളൂ. അവൻ നല്ല തമാശക്കാരനാണെന്ന് പറയണമെങ്കിൽ പറയുന്ന തമാശയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിയുടെ അംശം കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഓരോരുത്തരുടെ ഓരോ എഴുത്തിലാണ്, ഓരോ രീതിക്കാണ് ഹ്യൂമർ എഴുതുന്നത്. നമ്മൾ എഴുതുന്നത് ഈ രീതിക്കാണ്. അനുകരണം ഈ പറഞ്ഞ കോമഡി മിമിക്രിയുടെ ഒരു വലിയൊരു ഭാഗമാണ്. അതെ. അപ്പോൾ ആരെങ്കിലും അനുകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് അതും ഞാനും ഒരുപാട് ഇൻ്റർവ്യൂകൾക്ക് പോയിട്ടുണ്ടെങ്കിലും നല്ലൊരു സെറ്റ് ചെയ്തിട്ട് അതിൽ പത്മാസനത്തിൽ ഇരുന്നുകൊണ്ടൊരു ഇൻ്റർവ്യൂ അത് എനിക്ക് ആദ്യമായിട്ട് കാണാണ്. ഇതിൽ കാലുമക്കാലി ചമ്പളം പടിഞ്ഞ് കസേരയിരിക്കുന്നത് ഒരു നല്ല അനുഭവമായിരുന്നു. നിങ്ങളുടെ കപ്പ TV-യുടെ ഫുൾ ടീമിന് സാധാരണഗതിയിൽ നമ്മളിപ്പം ഇതുപോലെ നമ്മളിൽ നിന്ന് മാക്സിമം ഹ്യൂമറാണ് എല്ലാ ഇൻ്റർവ്യൂകളിലും പ്രതീക്ഷിക്കുക. അതാണല്ലോ മാക്സിമം അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞു, കൊള്ളാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ശബ്ദം ഇതാരുടെ ശബ്ദമാണ് എന്ന് എനിക്കാരോ പറഞ്ഞു തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. ഈ ശബ്ദം നമ്മുടെ ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നൊരു സമയത്ത് ഈ ദൂരദർശനിൽ ചില പരസ്യങ്ങൾ വരും. അതായത് ഈ പഞ്ചാബിലെ ഗോതമ്പ് വയലുകളിലൂടെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കുന്നതിനെ പറ്റിയും ഈ അയോഡിൻ്റെ കുറവ് കൊണ്ട് മറ്റേ തൊണ്ടയിൽ മുഴ വരുന്ന അസുഖത്തിനെ പറ്റിയൊക്കെ നമുക്ക് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി അതിപ്പം മറ്റ് ചാനലുകളിലൊക്കെ ആ പരസ്യം വരുന്നുണ്ട്. അതിൽ എല്ലാവർക്കും ഒരേ ശബ്ദമാണ്. മിക്കവാറും എല്ലാവർക്കും ഒരേ ആൾക്കാർ ഒരേപോലെ അങ്ങ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരസ്യമാണല്ലോ, തോന്നിയ പോലെ തട്ടുന്നത്. അപ്പോൾ ആ പരസ്യത്തിൽ വരുന്ന 2 ആൾക്കാർ, അജ്ഞാതരായ 2 ആൾക്കാരുടെ ശബ്ദം കേൾപ്പിച്ചു തരാം. രാജു, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്ക് കാണുന്നതേ ഇല്ലല്ലോ. അതെ ഗോപാല,
കേന്ദ്ര കർഷക മന്ത്രാലയം കർഷകർക്കായി അണിയിച്ചൊരുക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങുന്നതിന് വേണ്ടി പോയതാണ് ഞാൻ. ഓഹോ, അങ്ങനെയോ? അതുകൊണ്ട് എന്തെല്ലാമാണ് പ്രയോജനങ്ങൾ? ടോൾ ഫ്രീ നമ്പറായ 119078 ഡയൽ ചെയ്യുമ്പോൾ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഓഹോ, പക്ഷെ ഇതെല്ലാം വലിയ ചെലവുള്ള കാര്യമല്ലേ? ഹാ 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 ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. കേട്ടിട്ടില്ലേ ഈ ശബ്ദം? രണ്ടുപേരും എനിക്ക് ഇതും കൂടി കേൾപ്പിച്ചരാമോ? പുകവലി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു വലിച്ചെടുക്കുവാനുള്ളത്. ചിലരതിനെ സിഗരറ്റിന്റെ പുക വലിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ കരളിലടിഞ്ഞുകൂടുന്ന പുക പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. പുള്ളി ഇപ്പൊ മാറ്റി, ഇത് മാറ്റിയിട്ട് പുതിയത് ഇറക്കി പുള്ളി. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടങ്ങളിൽ പുക. ബഡ്ജറ്റ് വന്നതോടുകൂടി കറുത്ത് മനസ്സിലായി. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഭയങ്കര വിലയാത്ര ഇപ്പൊ. കഴിഞ്ഞ അപ്പൊ പിഷു, രമേശ് പിഷാരടി, താങ്ക് യു സോ മച്ച്. കാര്യമാണ് ഇത്രയും സംസാരിച്ചത്. ഒരുപാട് കോമഡി കാര്യത്തിലേക്ക് പോയില്ലെങ്കിലും ഒരുപാട് ബുദ്ധിപരമായിട്ട് കുറെ ചെറിയ ചെറിയ മഹാത്വചനങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നു. സോ താങ്ക് യു സോ മച്ച്. തിരിച്ചും കപ്പ ടിവിയുടെ എല്ലാ പ്രവർത്തക സുഹൃത്തുക്കൾക്കും രോഹിണി ഇടിക്കുള, അതെ, രോഹിണി കൃഷ്ണന്റെ നാളാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പെണ്ണായോണ്ട് പിന്നെ കുഴപ്പമില്ല, അമ്മാവനെ കൊല്ലും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ആണാണെങ്കിൽ ഏതായാലും രോഹിണിയും വളരെ നല്ല രീതിയിൽ സംസാരിച്ചു. രോഹിണിയും ഞാൻ ഇടയ്ക്ക് ചില ചാനലുകളിൽ ഇതുപോലെ ഇൻ്റർവ്യൂ പരിപാടി ചെയ്യുന്നവരായതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നവനെ ഏത് രീതിയിൽ ആക്രമിക്കണമെന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ച് വഴിമുട്ടിപ്പോകുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള വഴിമുട്ടലുകളില്ലാതെ തലച്ചോറും നാക്കുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നേരം രോഹിണിയും സംസാരിച്ചു. രോഹിണിക്ക് നന്ദി. താങ്ക് യു സോ മച്ച്.